അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റോറിയാണ്. അപ്പം ഈ സ്റ്റോറിയുടെ ബാക്കിയായിട്ട് ഞാൻ ആ സ്പോട്ടിൽ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അവിടെ ഉണ്ടായ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം കുറേ വർഷങ്ങൾക്ക് മുന്നേ ആ റോഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ സ്ഥലം ഏതാണെന്നൊന്നും പറയുന്നില്ല. അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ആ ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം ആ ആളുടെ ബോഡി നേരെ തെറിച്ച് റോഡിൻ്റെ സൈഡിലുള്ളൊരു ടണലുണ്ട്. ആ ടണലിൻ്റെ വെള്ളം ഒഴുകി വരുന്നൊരു ഭാഗമുണ്ട്, അവിടെ വീണു. അപ്പം അവിടെ കിടന്ന ആൾ ബ്ലഡ് ക്ലോട്ടായി മരിച്ചുപോയി. അതായത് ആളുടെ ആക്സിഡൻറ്റിൽ നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ടാകുകയും കാലും കൈ കൂടുകയും അങ്ങനെയാണ് ആളവിടെ വീണത്. അപ്പം ആരും എടുക്കാനോ പിടിക്കാനോ ഒന്നും ഇല്ലാതെ വഴി സൈഡും കൂടി ആണ്ട് സൗണ്ടൊന്നും കേട്ടില്ല. രാത്രിയിലാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആരും അറിഞ്ഞില്ല. അപ്പം ആളവിടെ കിടന്ന് മരിച്ചു. പിറ്റേ ദിവസം അതിൽ വന്നവരാണ് ബോഡി കണ്ടത്. അപ്പം ബോഡി അവിടെ നിന്ന് റിക്കവറൊക്കെ ചെയ്ത് ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഒരു ആക്ടിവിറ്റി, അതായത് പലരും പലതും കാണുന്നു, പല സൗണ്ട് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കഥ പറയുന്നുണ്ട്. അപ്പം അത് റിയലാണെന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനുള്ളത് പോയി നോക്കാൻ പോവാണ്. ബാക്കി എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി ഉണ്ടോ, അതോ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അതൊരു ടണലാണ്, അതിനകത്ത് അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്നാണെങ്കിലും നമുക്ക് പോയി നോക്കാം. എന്നാണെങ്കിലും വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ചെറിയൊരു ടെൻഷനൊക്കെ പോകുന്നുണ്ട്. സ്റ്റെപ്പാണ്. എനിക്ക് പകൽ സമയങ്ങളിൽ ആൾക്കാരോട് തുണി അലക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണുന്നതാണ്. നമുക്ക് അതിനകത്തോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ഗോസ്റ്റ് എനർജി ഉണ്ടെന്ന് പറയുന്ന സ്ഥലം. മേളിയ റോഡാണ്, അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഇരുന്നാണ്. ശാലി എന്തോ പോയി കേട്ടോ. ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അതിനകത്ത് പോകാനുള്ളത് ഞാൻ കയറി നോക്കട്ടെ. നല്ല റിസ്ക് ഉണ്ട്. പാമ്പ് വല്ലതും ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കയറാൻ പറ്റില്ല. ഹലോ, അതായത് ഇവിടെ എവിടെയാണ് അന്ന് വന്നിട്ടിങ്ങനെ മരിച്ചു കിടന്നതാണ് പറയുന്നത്. അതിൽ പിന്നെ ഇവിടെ ഈ ഗോസ്റ്റനർജി ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം നിലവിൽ നമുക്കങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് നല്ല ഡാർക്കാണ്. പഴയ പൈപ്പ് കുറെ കാണുന്നുണ്ട്. നല്ല ഡീപ്പാണ് കേട്ടോ. അവിടെ മുന്നോട്ട് പോട്ടെ. എന്തോ കല്ല് വന്ന് വേണമെന്ന് എനിക്ക് തോന്നി. ഇതെങ്ങനെ പോകും അങ്ങോട്ട്? അവിടുന്ന് ഹലോ, ഭയങ്കര പ്രത്യേകിച്ച് എനർജി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പഴുതാര വരുന്നുണ്ട് ഇത്. കുറച്ചേരം ഇരുട്ടത്ത് ഹോൾഡ് ചെയ്യാൻ പോവാണ്. ഫ്ലാഷ് ഓണാണല്ലോ. എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളമാണ് ഈ കാണുന്നത്.
ഞാൻ വന്ന സ്ഥലം ഇത്രയും എനിക്കൊരു കോള് വരുന്നുണ്ട് എനിക്കൊരു കോള് വന്നു. അപ്പം കുറച്ച് പുറകോട്ട് ഇങ്ങോട്ട് നടന്നു. എനിക്ക് അങ്ങോട്ട് ആ സൈഡിലോട്ട് പോകണമെന്നുണ്ട്. അവിടെ നിന്ന് എന്തോ ഫീലാകുന്നുണ്ട് എനിക്ക്. പക്ഷേ ഇവിടെ ഗോശാമയ്ക്ക് ഇവിടെ ഒന്നുമില്ല. എന്തൊക്കെയോ ഫീലാകുന്നുണ്ട്. പക്ഷേ നമ്മളിതുപോലെ ടണൽ വരുമ്പോൾ നമുക്കൊരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഗോസ്റ്റ് എനർജി ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ എങ്ങാണ്ട ഈ സ്ഥലത്താണ് ഞങ്ങൾ വെട്ടമടിച്ചിരിക്കുന്ന ഈ സ്പോട്ടിലാണ് ആൾ മരിച്ചു കിടന്നതാണ് പറയുന്നത്. അവിടെ നിന്നാണ് അവരുടെ ആത്മാവ് ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇങ്ങോട്ട് ആരും വരാറില്ല. തുണി അലക്കുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി പറയുന്നത്. ഇതുവരെയായിട്ട് ഒന്നുമില്ല. ഞാൻ വന്നിട്ടിപ്പോൾ ഒരു 5 മിനിറ്റ് ആകുന്നു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഹോൾഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ആ സ്ഥിതിക്ക് ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്യാണ്. ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടത്തില്ലായിരിക്കും. എന്നാണല്ലോ ഇടുവാണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ തിരിച്ച് പോവുകയാണ്. പ്രത്യേകിച്ച് അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. ഓ മൈ ഗോഡ്, റൈസ് ഇവിടെ എല്ലാം തെന്നി കിടക്കുകയാണ്. റൈസ് എന്നാണ് ഞാൻ വീഡിയോ സെൻഡ് ചെയ്യാണ്. അപ്പം ബൈ.